കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ഞാൻ ആ സ്ത്രീയെ കുറിച്ച് ഒരു വക സംസാരിക്കില്ല. യാതൊരു നാക്കിന് ലൈസൻസ് ഇല്ലാത്ത, ജീവിതത്തിൽ സത്യസന്ധത എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ആ ബോർ സ്ത്രീയെ കുറിച്ച് ഞാൻ സംസാരിക്കില്ല. അവരെ കുറിച്ച് ഒന്നും സംസാരിക്കില്ല. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. രാജിവെച്ച് പോയല്ലോ, പിന്നെന്തേ പോട്ടെന്നേ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പോയി ഒരു ശുദ്ധികലശം നടന്നാൽ തന്നെ അമ്മ ചിലപ്പോൾ നന്നാവും. ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇനിയിപ്പൊ കണ്ടോ സ്ത്രീ വരാൻ പാടില്ല. അവര് ലോകത്തിലെ എല്ലാവർക്കും നാറ്റമാണ്. ഞാൻ ചിരിച്ചു പോയനെ. എന്തിനാണ് അവർ ഇന്നലെ എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത്? ലക്ഷ്മിപ്രിയ എന്താ 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 എന്നെ പറ്റി എന്താ പറഞ്ഞേ? ഇന്നലെ ലക്ഷ്മിപ്രിയ എല്ലാ ആണുങ്ങളെ ചവിട്ടിത്താക്കുകയല്ലേ ചെയ്തത്. ഇനിയിപ്പോ നമുക്ക് പറയാലോ, മെമ്പർ അല്ലല്ലോ. അതെ, അത് ശരി. അത് ശരിയാണല്ലേ. അവരാരുമല്ല, രാജ്യം പറയാം. ഇനി അവരെന്തെങ്കിലും പറയട്ടെ, ഇനി അവര് പുതിയ കഥകൾ ഇറക്കാം. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം, തള്ളക്ക് വിളി ഒഴിച്ച്. അത് മാത്രല്ല, ഏറ്റവും അവസാനം ബാബുരാജ് എന്ന് പറഞ്ഞ വ്യക്തി വന്ന് പറഞ്ഞ അലിഗേഷൻ എന്താണ്? ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. BJPക്ക് കാൻഡിഡേറ്റ്സിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോൻ, ഞങ്ങളൊക്കെ കാൻഡിഡേറ്റ്സ് ആയിരുന്നല്ലോ, ഞാനും അഞ്ജലിയും. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അമ്മയിലുള്ള മറ്റ് കാൻഡിഡേറ്റ്സിനെ നിർത്താൻ വേണ്ടിയിട്ട്, BJPക്ക് കാൻഡിഡേറ്റ്സിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കമ്മീഷൻ വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ നിമിഷമാണ് 7 മണിക്കൂർ പൊരുതി നിന്ന ശ്വേതാ മേനോൻ വേദനിച്ചുകൊണ്ട് ഞാൻ അമ്മയിലെ അംഗത്വം തന്നെ ഉപേക്ഷിച്ച് പോവുകയാണ് എന്ന് പറഞ്ഞത്. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.